കേരളത്തിൽ തന്റെ പുതിയ രാഷ്ട്രീയ എതിരാളിയെ പി.വി. അൻവർ പ്രഖ്യാപിച്ചു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിക്ക് വേണ്ടി കൈ ഉയർത്താനാണ് ആര്യാടനെ സതീശൻ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് അൻവർ ആരോപിച്ചു. യു.ഡി.എഫ് വാതിലടച്ച സാഹചര്യത്തിൽ താൻ മത്സരിക്കുകയാണെന്ന് അൻവർ പ്രഖ്യാപിച്ചു. നിലമ്പൂരിൽ ജയിക്കുമെന്നും അൻവർ പറയുന്നു. താനും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ചേർന്ന് നേടുന്ന വോട്ടാണ് പിണറായിക്കെതിരായ വികാരം. രണ്ടുപേരും ചേർന്ന് പിടിക്കുന്ന അത്രയും വോട്ട് CPM സ്ഥാനാർത്ഥി M സ്വരാജ് നേടില്ലെന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം. തന്നെ UDF-ൽ എടുക്കാൻ അക്ഷീണം പ്രയത്നിച്ച UDF നേതാക്കൾക്ക് നന്ദി പറഞ്ഞാണ് അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് അൻവർ ഉയർത്തുന്നത്. UDF എന്ന ഓപ്ഷൻ അവസാനിച്ചതുകൊണ്ടാണ് മത്സരിക്കുന്നതെന്ന് അൻവർ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് അൻവറിന് പാർട്ടി ചിഹ്നം അനുവദിച്ചു. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനം എടുത്തു. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവ് ഡെറിക് ഒബ്രിയാന് നൽകി. തൃണമൂൽ കോൺഗ്രസിന്റെ ആദ്യ സംഘം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇന്ന് കേരളത്തിലെത്തും. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പി.വി. അൻവർ മത്സരരംഗത്ത് എത്തുന്നതോടെ നിലമ്പൂരിലെ മത്സരം കടുക്കും. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ദീർഘകാലമായുള്ള കേരള മിഷനിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന ചുവടുവെപ്പ് ആയേക്കുമെന്ന് വിലയിരുത്തലുണ്ട്. CPM-ഉം കോൺഗ്രസും BJP-യും നിലമ്പൂരിൽ മത്സരിക്കുന്നുണ്ട്. ഇതിനൊപ്പം അൻവർ കൂടിയെത്തും. നിലമ്പൂരിലെ ജനങ്ങൾ കൈവിട്ടാൽ താൻ ഉണ്ടാകുമെന്ന് എനിക്കുറപ്പില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ സ്ഥാനാർത്ഥിയാകുന്നത്. മരണം മുന്നേ കുറിക്കപ്പെട്ടതാണെന്ന ഖുർആൻ വചനം അടക്കം പറഞ്ഞാണ് പ്രഖ്യാപനം. കേരളത്തിൽ ചുവടുറപ്പിക്കാൻ നേരത്തെയും മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ ശ്രമം നടത്തിയിരുന്നു. നിലമ്പൂരിലെ സിറ്റിംഗ് MLA ആയിരുന്ന അൻവർ രാജിവെച്ച ഒഴിവിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പിണറായി വിജയനെതിരെ നിലപാട് സ്വീകരിച്ച CPM-ഉമായി അകന്ന അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF നേതൃത്വവുമായും അകന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെയും നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെയും രൂക്ഷമായ വിമർശനമുയർത്തിയ അൻവർ മത്സരരംഗത്ത് വരുന്നത് പ്രചരണത്തിന് പുതിയ മാനം നൽകും. ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂലിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. ഇത് ബംഗാൾ മുഖ്യമന്ത്രി മമതയെ ചൊടിപ്പിച്ചിരുന്നു. ഇതിനുള്ള രാഷ്ട്രീയ പ്രതികാരം കൂടിയാണ് നിലമ്പൂരിലെ അൻവറിന്റെ മത്സരം. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണെന്ന് പി.വി. അൻവർ നാടകീയമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ അൻവർ മത്സരിക്കുമെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വീട്ടിൽ മാധ്യമങ്ങളെ കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീട്ടിൽ വന്നുവെന്നും കൂടിക്കാഴ്ച നടത്തിയെന്നും പി.വി. അൻവർ വിശദീകരിച്ചു. ഇന്നലെയും UDF നേതാക്കൾ സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വന്നു. പിണറായിസത്തിന്റെ ഇരയാണ് രാഹുൽ. കാത്തിരിക്കണമെന്ന് രാഹുൽ പറഞ്ഞു. സൗഹൃദപരമായിരുന്നു കൂടിക്കാഴ്ചയെന്നും പി.വി. അൻവർ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ പറഞ്ഞത് ചിലത് വളച്ചൊടിച്ചുവെന്ന് പി.വി. അൻവർ പറഞ്ഞു. ഇന്നലെ പറഞ്ഞത് പിണറായി സർക്കാരിനെതിരെയാണ്. സർക്കാർ വിരുദ്ധ നിലപാടിൽ നിന്നും താൻ പിന്നോട്ട് പോയിട്ടില്ല. വന്ന ഭേദഗതി ബില്ല് രഹസ്യമായി പാസാക്കാൻ ശ്രമിച്ചു. ബില്ല് വിവരം കിട്ടിയത് നിയമസഭാ പ്രസിൽ നിന്നാണ്. അതിനെതിരെയായിരുന്നു സമരമെന്ന് അൻവർ പറഞ്ഞു.